എന്താണ് ബ്രോ ഇത്ര കാര്യമായി സ്ഥലകാല ബോധവും മറന്ന് ആ ചതുരപ്പെട്ടിക്കകത്ത് നോക്കി അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കണത്? അത് തന്നെയാണ് മാഷ ഞാനും ചോദിക്കുന്നത്. ഇത്ര മാത്രം നോക്കിയിരിക്കാനായിട്ട് ഈ കുന്ത്രാണ്ടത്തിനകത്ത് എന്നതാവണോ? അല്ല, ഇനി വേറെ വല്ലതും? അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ലെന്ന് ചുരുക്കം. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുമായിരുന്നു. അതിനിപ്പോ എന്താണ് മിസ്റ്റർ പറ്റിയത്? അത് കഴിഞ്ഞിട്ടൊക്കെ ഇമ്മിണി നാളായില്ലേ? ആരോഹണവും കഴിഞ്ഞ് ആശാനിപ്പോ വെട്ടിത്തിളങ്ങി നിൽക്കുമല്ലേ? എങ്ങനെ തിളങ്ങാതിരിക്കും? ഇത് അതിയാണ്ട് രണ്ടാം ഊഴമല്ലേ. ചിലതൊക്കെ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടേ പുള്ളി ഇനി പടിയിറങ്ങുകയുള്ളൂ. ചേച്ചേ, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. പിന്നെ എന്നതാ കൊച്ചനെ നിന്റെ പ്രശ്നം? നീ എന്താണെന്ന് വെച്ചാ തെളിച്ചിങ്ങ് പറ കൊച്ചനെ. അപ്പോൾ താങ്കൾക്കും കാര്യം പിടികിട്ടിയിട്ടില്ലെന്ന് സാരം. ഞാൻ പറയാം. നമ്മുടെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കൈരളിയുടെ പ്രസിഡന്റ് നമ്മുടെ മേജോ സാറും വേദിയിലുണ്ടായിരുന്നേ. ഒന്ന് പോടാവേ, ചുമ്മാ ഇല്ലാത്തത് പറയല്ലേ. അതിന് തൻ്റെ കയ്യിൽ തെളിവ് വല്ലതുണ്ടോ? തെളിവുണ്ടോന്നോ? ഇങ്ങ് നോക്ക്, ഇത് പിന്നെ തെളിവല്ലയോ? ആശാനെ, നമ്മുടെ മേജോ സാറിന് ഇത്രയൊക്കെ പിടിപാടുണ്ടോ? ഇനി വല്ല ഗവർണർ സ്ഥാനവും കൊടുത്ത് നമ്മുടെ മേജർ സാറിന് ഇവിടുന്ന് പൊക്കുമോ? ആള് പുലിയാണ് കേട്ടോ. അപ്പോ ഈ വർഷത്തെ നമ്മുടെ കൈരളി പരിപാടി പൊടിക്കും. വേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റിന് വരെ നമ്മുടെ ഓണപ്പരിപാടിക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഈ മേജർ സാർ പഠിക്കില്ലെന്നേ. അതെ അതെ. ശിവ. അപ്പൊ ഇനി വരാൻ പോണ നമ്മുടെ കൈരളിയുടെ പ്രസിഡന്റുമാര് ഇനി എന്നാ ചെയ്യും ആശാനെ? അല്ല, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ മേജോ സാറ് അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞത്? എന്നാ പറയാനാ, നമ്മുടെ മേജോ സാർ അല്ലേ കൈരളിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം വേണമെന്നും കൈരളിയുടെ ഓണാഘോഷത്തിന് ദേശീയാവധി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കും. അണ്ണാരക്കണ്ണനും തന്നാലായത്.